Hi friends, Spoken Englishന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡിയ കണക്ടേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. ഐഡിയ കണക്ടേഴ്സ് ഒരു ഉദാഹരണത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. I would like to achieve success in my life. എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ് നേടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഈ ഒരു സെന്റൻസിൽ ഐഡിയ കണക്ടർ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നോട്ട് ഓൺലി ദാറ്റ്. യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നോട്ട് ഓൺലി ദാറ്റ് എന്നുള്ളത്. ഇതൊരു ഐഡിയ കണക്ടർ ആണ്. എന്താണ് ഇതിന്റെ മീനിങ്? ഇത് മാത്രമല്ല, ഐ വുഡ് ലൈക്ക് ടു അച്ചീവ് സക്സസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ് നേടാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, ഐ വാണ്ട് ടു മേക്ക് അതേഴ്സ് സക്സസ്ഫുൾ ടു. മറ്റുള്ളവരെ കൂടി സക്സസ്ഫുൾ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നോട്ട് ഓൺലി ദാറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നോട്ട് ഓൺലി ദാറ്റ് ഐ പ്ലാൻ ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഇൻ മൈ ടൗൺ. അത് മാത്രമല്ല, ഐ പ്ലാൻ ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, തുടങ്ങാൻ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇൻ മൈ ടൗൺ, എൻ്റെ ടൗണിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, ഐ പ്ലാൻ ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഇൻ മൈ ടൗൺ. എൻ്റെ ടൗണിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. ആഫ്റ്റർ സം ഇയേഴ്സ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, I can invest money in other fields. മറ്റുള്ള മേഖലകളിൽ എനിക്ക് എൻ്റെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ സം ഇയേഴ്സ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഐ ക്യാൻ ഇൻവെസ്റ്റ്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, മണി, പണം, ഇൻ അതർ ഫീൽഡ്സ്, മറ്റുള്ള മേഖലകളിൽ. അതിൽ ഐഡിയ കണക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇനി ശ്രദ്ധിക്കുക, ബിസൈഡ്സ് ദാറ്റ് എന്നുള്ളത് ഒരു ഐഡിയ കണക്ടർ ആണ്. എന്താണ് അതിന്റെ അർത്ഥം? ബിസൈഡ്സ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിന് പുറമേ എന്നുള്ള അർത്ഥമാണ്. ബിസൈഡ്സ് ദാറ്റ്, അതിന് പുറമേ. ഐ ഹാവ് എ പ്ലാൻ ടു എക്സ്പാൻഡ് മൈ ബിസിനസ് ഇൻ അതർ സ്റ്റേറ്റ്സ് ടു. ഐ ഹാവ് എ പ്ലാൻ, എനിക്കൊരു പ്ലാൻ ഉണ്ട്, ടു എക്സ്പാൻഡ്, ഒന്നും കൂടി വിപുലമാക്കാൻ, മൈ ബിസിനസ്, എൻ്റെ ബിസിനസ്, ഇൻ അതർ സ്റ്റേറ്റ്സ് ടു, മറ്റുള്ള സംസ്ഥാനത്തിലോട്ടുകൂടി ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ബിസൈഡ്സ് ദാറ്റ് എന്ന് അതിന് പുറമേ എന്നുള്ള അർത്ഥമാണ്. അത് കൂടാതെ, മോർ ഓവർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ബിസൈഡ്സ് ദാറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ബിസൈഡ്സ് ദാറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബിസൈഡ്സ് ദാറ്റ് ഐ ക്യാൻ ഡെവലപ്പ് മൈ ഓൺ പ്രൊഡക്ട്സ്. അതിനു പുറമെ ഐ ക്യാൻ ഡെവലപ്പ്, എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, മൈ ഓൺ പ്രൊഡക്ട്സ്, എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ട്സ്. ഇനി കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇഫ് പോസിബിൾ, സാധിക്കുകയാണെങ്കിൽ, ഇഫ് പോസിബിൾ, സാധിക്കുകയാണെങ്കിൽ, ഒരു ഐഡിയ കണക്ടർ ആണ്. യു ക്യാൻ ജോയിൻ മൈ ബിസിനസ്, നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും. ടു ബി ഫ്രാങ്ക്, ഐഡിയ കണക്ടർ ആണ്. ടു ബി ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ തുറന്നു പറയുകയാണെങ്കിൽ, ഇറ്റ്സ് ദ റൈറ്റ് ടൈം ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിന് പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ. ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ, യു ക്യാൻ ജോയിൻ മൈ ബിസിനസ്, നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാം. ടു ബി ഫ്രാങ്ക്, തുറന്നു പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിന് പറ്റിയ കറക്റ്റ് സമയം ഇപ്പോഴാണ്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു, ഐഡിയ കണക്ടർ ആണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്നതെല്ലാം ഐഡിയ കണക്ടേഴ്സ് ആണ്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. എവ്രിബഡി നീഡ്സ്, എല്ലാവർക്കും ആവശ്യമുണ്ട്. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആവശ്യമുണ്ട്. അടുത്ത സെന്റൻസ്, ഇൻ മൈ ഒപ്പീനിയൻ, ഐഡിയ കണക്ടർ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ, ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇത് ബെസ്റ്റ് ആയിട്ടുള്ള അഥവാ നല്ലൊരു അവസരമാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇത് നല്ലൊരു അവസരമാണ്. അടുത്ത സെന്റൻസ് നോക്കാം. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. വി ക്യാൻ ഹെൽപ്പ് അവർ കൺട്രി, നമുക്ക്, വി ക്യാൻ എന്നാണ്, നമുക്ക് നമ്മുടെ രാജ്യത്തെ സഹായിക്കാനായിട്ട് പറ്റും. വി ക്യാൻ ഹെൽപ്പ് അവർ കൺട്രി. become a developed nation, ഒരു developed
നാഷൻ ആക്കി തീർക്കാൻ. ഐ തിങ്ക് വി ക്യാൻ ഹെൽപ്പ് അവർ കൺട്രി ബിക്കം എ ഡെവലപ്ഡ് നാഷൻ. ഒരു ഡെവലപ്ഡ് നാഷൻ ആക്കി തീർക്കാൻ നമുക്ക് സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. നെക്സ്റ്റ്, പെർഹാപ്സ് ദിസ് ഈസ് ആൻ ഐഡിയൽ തിങ്. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ. പെർഹാപ്സ് ദിസ് ഈസ് ആൻ ഐഡിയൽ തിങ്. ഇതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സെന്റൻസുകളൊന്നും തമ്മിൽ പരസ്പരം ബന്ധമില്ല, സെപ്പറേറ്റ് സെന്റൻസുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് പറയുന്ന ഞാൻ എക്സാമ്പിളുകൾ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യാം. പക്ഷെ ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ ഒരു ഒരൊറ്റ സെന്റൻസ് വൈസ് ആക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ഇൻ എ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ എ സെൻസ് ഒരർത്ഥത്തിൽ വി ആർ ലിവിങ് ഇൻ എ കോംപ്ലിക്കേറ്റഡ് വേൾഡ്. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇൻ എ സെൻസ് ഒരർത്ഥത്തിൽ വി ആർ ലിവിങ് ഇൻ എ കോംപ്ലിക്കേറ്റഡ് വേൾഡ്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. സോ ഇൻ എഫക്റ്റ് അതുകൊണ്ട് ഫലത്തിൽ വി ആർ ക്രിയേറ്റിംഗ് ട്രബിൾ ഇൻ അതേഴ്സ് ലൈഫ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ എഫക്റ്റ് അതുകൊണ്ട് ഫലത്തിൽ വി ആർ ക്രിയേറ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ട്രബിൾ പ്രശ്നങ്ങൾ ഇൻ അതേഴ്സ് ലൈഫ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അടുത്ത നോക്കാം. ആസ് വി നോ നമുക്കറിയാവുന്നത് പോലെ ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. ഇംഗ്ലീഷ് ആണ് ലോകത്തെമ്പാടും ഉപയോഗിക്കുന്നത്. ആസ് വി നോ നമുക്കറിയാവുന്നത് പോലെ എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാവുന്നത് പോലെ ആസ് വി നോ ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെമ്പാടും ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് എങ്ങാനും യു വാണ്ട് എനി ഹെൽപ്പ് നിങ്ങൾക്ക് വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇൻ കേസ് യു വാണ്ട് എനി ഹെൽപ്പ് നിങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ കീപ് മൈ നമ്പർ എൻ്റെ നമ്പർ വെച്ചോളൂ എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ഇൻ കേസ് യു ഫോർഗെറ്റ് ഇറ്റ് നീ അത് മറക്കുകയാണെങ്കിൽ. ഇൻ കേസ് എങ്ങാനും നീ അത് മറക്കുകയാണെങ്കിൽ ഗിവ് മീ എ കോൾ നീ എന്നെ ഒന്ന് വിളിക്കൂ. ഗിവ് മീ എ കോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, യു ക്യാൻ കോൾ മീ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇഫ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ. ഇഫ് ആണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. യു ക്യാൻ കോൾ മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. നിങ്ങൾക്ക് എനി എന്നില്ല ഇവിടെ. നിങ്ങൾക്ക് വല്ല ഇഫ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അടുത്ത സെന്റൻസ്, ഇൻഫോം ദം അവരെ അറിയിക്കുക. ഇഫ് യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് നോക്കിക്കേ. യു ക്യാൻ കോൾ മീ വെൻ യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ. യു ക്യാൻ കോൾ മീ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇവിടെ ഇഫും വെന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇഫ് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ എന്നും വെൻ എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്നുമുള്ള അർത്ഥമാണ്. രണ്ട് സെന്റൻസും ഒന്ന് നമുക്ക് നോക്കാം. അതിന്റെ താഴെ ഒരു സെന്റൻസ് ഇവിടെ നിങ്ങൾ യു ക്യാൻ കോൾ മീ ഇവിടെ നോക്ക്. യു ക്യാൻ കോൾ മീ ഇഫ് യു നീഡ് ഹെൽപ്പ് എന്താ അർത്ഥം? നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അങ്ങനെയും പറയാം. ഓക്കെ, ഇവിടെ നോക്കൂ. യു ക്യാൻ കോൾ മീ വെൻ യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ. അപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വെന്നിന് യൂസ് ചെയ്ത്. സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. ആദ്യം പറയുന്നത് സഹായം ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ഇൻഫോം ദം അവരെ അറിയിക്കുക. വെൻ യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണം ആവശ്യമുള്ളപ്പോൾ. ഇൻഫോം ദം അവരെ അറിയിക്കുക. അടുത്ത സെന്റൻസ് നോക്കാം. യു ക്യാൻ കോൾ മീ വൺസ് നിങ്ങൾക്ക് ഒരിക്കൽ എന്നെ വിളിക്കാം. യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ. യു ക്യാൻ കോൾ മീ വൺസ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അടുത്തത് ഇൻഫോം ദം വൺസ് ഒരിക്കൽ നിങ്ങൾ അവരെ ഇൻഫോം ചെയ്യുക. യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ. യു ക്യാൻ കോൾ മീ ദ മൂമെന്റ് യു നീഡ് ഹെൽപ്പ് യു ക്യാൻ കോൾ മീ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ദ മൂമെന്റ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് ദ മൂമെന്റ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്നുള്ള അർത്ഥമാണ്. ദ മൂമെന്റ് ആ നിമിഷം. യു നീഡ് ഹെൽപ്പ് അഥവാ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള ആ നിമിഷം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. യു ക്യാൻ കോൾ മീ ദ മൂമെന്റ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം.
ഇൻഫോം ദം അവരെ അറിയിക്കുക ദ മൂമെന്റ് യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണം ആവശ്യമുള്ളപ്പോൾ ആ നിമിഷം നിങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത സെന്റൻസ് യു ക്യാൻ കോൾ മീ ആസ് സൂൺ ആസ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉടൻ എന്നെ വിളിക്കുക. യു ക്യാൻ കോൾ മീ ആസ് സൂൺ ആസ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉടൻ എന്നെ വിളിക്കുക. ഇൻഫോം ദം അവരെ അറിയിക്കുക ആസ് സൂൺ ആസ് യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഉടൻ അവരെ അറിയിക്കുക. യു ക്യാൻ കോൾ മീ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ആസ് ലോങ് ആസ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള കാലത്തോളം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യു ക്യാൻ കോൾ മീ ആസ് ലോങ് ആസ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള കാലത്തോളം. ആസ് ലോങ് ആസ് എത്ര കാലത്തോളം എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള കാലത്തോളം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇൻഫോം ദം അവരെ അറിയിക്കുക ആസ് ലോങ് ആസ് യു ആർ ഇൻ നീഡ് ഓഫ് മണി നിങ്ങൾക്ക് പണം ആവശ്യമുള്ള കാലത്തോളം നിങ്ങൾ അവരെ അറിയിക്കുക. ഇൻഫോം ദം അവരെ അറിയിക്കുക. ഓക്കെ, ഐഡിയ കണക്റ്റേഴ്സ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ള ഒരു ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആകെ കുറച്ച് ഐഡിയ കണക്റ്റേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും നമ്മൾ 100-ലധികം എനിക്ക് തോന്നുന്നു 200-ലധികം ഐഡിയ കണക്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ കണക്റ്റേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് വരും ലെസൺസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺസ്.